നമുക്ക് പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ധ്യാനം ആരംഭിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവ് ഇറങ്ങി വരണമെന്ന് പ്രാർത്ഥിക്കുന്നു. നീ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ. ശ്രോതാക്കളുടെ ഹൃദയത്തിൽ കർത്താവിൻ്റെ ആത്മാവ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയൻ്റെ വായ് തുറക്കുമ്പോൾ കർത്താവ് തരുന്ന വാക്കുകൾ സംസാരിക്കാൻ അനുഗ്രഹിക്കണമേ. നീ തരുന്ന ആശയങ്ങൾ, നീ തരുന്ന കാര്യങ്ങളും പറയുവാൻ ഇടയാക്കണമേ. എൻ്റെ ഹൃദയത്തെ ആത്മാവ് ജ്വലിപ്പിക്കണമേ. നീ വചനങ്ങൾ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു, അത് പറയാൻ ഇടയാക്കണമേ. കർത്താവേ, ക്രിസ്മസിൻ്റെ കാലഘട്ടത്തിൽ ഞങ്ങൾ കയറുകയാണല്ലോ. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്താലാണല്ലോ വചനം ശരീരമായി തീർന്നത് എന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവ് ശക്തി പ്രദാനം ചെയ്ത് എല്ലാം നടത്തുന്നു. ശ്രോതാക്കളുടെ ഹൃദയങ്ങളിൽ വചനം ആഴമായി പതിയാനും അതോടെ ഹൃദയത്തിന് മാറ്റങ്ങൾ ഉണ്ടാക്കാനും കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷകനായി വിശ്വസിച്ച് നിന്നെ സമീപിക്കാനും വിശ്വാസത്തിൽ ഏറ്റുപറയുവാനുമുള്ള കഴിവ് കൊടുക്കണമേ. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ. നമ്മൾ ഇന്ന് ധ്യാനിക്കാം. ദൈവം നമുക്ക് വേണ്ടി തിരഞ്ഞെടുത്ത് തന്നിരിക്കുന്നത് എഫേസ്യസ് ലേഖനം 4-ാം അധ്യായം 11 B മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ ധ്യാനിക്കാം എന്നാണ് നാം വിചാരിക്കുന്നത്. 14-ാം വാക്യം ഞാൻ വായിക്കുകയാണ്. അവൻ ചിലർക്ക് അപ്പോസ്തോലന്മാരും പ്രവാചകന്മാരും സുവിശേഷ പ്രഘോഷകന്മാരും ഇടയന്മാരും പ്രബോധകന്മാരും മറ്റുമാകാൻ വരം നൽകി. കർത്താവ് തന്ന വരത്തെക്കുറിച്ചാണ്. പല പദവികൾ വഹിക്കാനുള്ള ആ വലിയ വരം നമുക്ക് നൽകപ്പെട്ടിരിക്കുകയാണ്. അതിൻ്റെ വിവിധ പദവികളെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ തുടങ്ങിയത്. അപ്പോസ്തലന്മാരെന്നതിനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ അല്പം ആരംഭിച്ച് ചിന്തിച്ച് വച്ചിരുന്നു. പരിച്ഛേദരുടെ ഇടയിൽ പത്രോസിനെ എന്നതുപോലെ അപരിച്ഛേദിതരുടെ ഇടയിൽ പൗലോസിനെ അപ്പോസ്തലനായി നിയമിച്ചിരിക്കുകയാണ് എന്ന് നാം കണ്ടു. മറ്റ് ഏതാനും അപ്പോസ്തലന്മാരുടെ പേരുകൾ നമ്മൾ ബൈബിളിൽ കൊടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് പരിശോധിക്കാം. ഉദാഹരണമായിട്ട് ബാർണബാസ്, അപ്പോസ്തല പ്രവൃത്തികൾ 14-ാം അധ്യായത്തിൽ 14-ാം വാക്യത്തിൽ ബാർണബാസും പൗലോസും അപ്പോസ്തലന്മാർ ആണെന്നുള്ള ആ കാര്യം വെളിപ്പെടുത്തിയിട്ടുണ്ട്. 14-ാം വാക്യം, ഇതറിഞ്ഞ് അപ്പോസ്തോലന്മാരായ ബാർണബാസും പൗലോസും വസ്ത്രം കീറി ജനക്കൂട്ടത്തിലേക്ക് ഓടിച്ചെന്നു. ഇതറിഞ്ഞ് ആ സംഭവം എന്താണെന്ന് നമുക്കൊന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും. അതിൻ്റെ വിശദാംശങ്ങൾ ഇങ്ങനെയാണ്. പൗലോസും ബർണബാസും ഇക്കോണിയത്തിൽ സുവിശേഷം അറിയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ വെച്ച് അവർക്ക് ചില എതിർപ്പുകളെ നേരിടേണ്ടതായിട്ട് വന്നു. അവരെ കല്ലെറിയാനുള്ള ഒരു പരിശ്രമം തന്നെ അവിടെ ഉണ്ടായി. അപ്പോൾ അവർ ഇക്കോണിയത്തിൽ നിന്ന് പലായനം ചെയ്തു ലിസ്ത്ര എന്ന് പറയുന്ന പട്ടണത്തിലേക്ക്. അവിടെ അവർ സുവിശേഷം പ്രസംഗിച്ചു. ഇവരുടെ പ്രത്യേകത, ഒരിടത്ത് പീഡനം ഉണ്ടാകുമ്പോൾ സുവിശേഷ പ്രസംഗം നിർത്തിക്കളയുകയല്ല. അവർ അവിടെ നിന്ന് പോയി വേറെ സ്ഥലങ്ങളിൽ സുവിശേഷം അറിയിക്കും. എല്ലാ സ്ഥലങ്ങളിലും സുവിശേഷം അറിയിക്കുക എന്നുള്ളതാണ് അവരുടെ ദൗത്യം. അവരുടെ മാത്രമല്ല, ഏതൊരു ക്രിസ്ത്യ വിശ്വാസിക്കും അവർക്ക് ലഭിച്ചിരിക്കുന്ന ദൗത്യം, ജോലി എന്നത് സുവിശേഷം അറിയിക്കുക എന്നതാണ്. എവിടെ വരെ? ലോകത്തിൻ്റെ അതിർത്തികൾ വരെ. ഇസ്രായേൽ അവിടെ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ പൗലോസാണ് പ്രസംഗം നടത്തുന്നത്. ഒരാൾ അവിടെ ഇരിക്കുന്നു, ജന്മനാലേ മുടന്തനാൾ. ജന്മനാലെ മുടന്തനായ ഈ ആളിനെ പൗലോസ് പ്രസംഗത്തിൻ്റെ ഇടയിലൊന്ന് ശ്രദ്ധിച്ചു. പൗലോസിനൊരു കാര്യം മനസ്സിലായി. ഈ മുടന്ത് സുഖപ്പെട്ട്
ആരോഗ്യം പ്രാപിക്കുവാൻ കഴിയുമെന്ന് അവനിലൊരു വിശ്വാസമുണ്ട് എന്ന് പൗലോസ് മനസ്സിലാക്കി. അത് പൗലോസിനും കിട്ടിയിരിക്കുന്നൊരു വരമാണ്. അവനിൽ വിശ്വാസമുണ്ട് എന്ന് മനസ്സിലാക്കാനുള്ള കഴിവ്. പൗലോസ് അവനെ സുഖപ്പെടുത്തി. ജന്മനാ മുടന്തനായ ഒരുവനെ സുഖപ്പെടുത്തി. എവിടെ? ലിസ്ര എന്ന് പറയുന്ന സ്ഥലത്ത്. ലിക്കവോനിയൻ ഭാഷയാണ് അവിടുത്തേത്. ജനക്കൂട്ടം ലിക്കവോനിയൻ ഭാഷയിൽ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ദേവന്മാർ മനുഷ്യരൂപം ധരിച്ച് നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നു. പൗലോസും ബാർണബാസിനെയും കുറിച്ചാണ് പറയുന്നത്. അവർ ബാർണബാസിനെ സേവൂസ്, മലയാളത്തിൽ പറഞ്ഞാൽ ഇന്ദ്രൻ, പൗലോസിനെ ഹെർമസ്, മലയാളത്തിൽ ബുധൻ എന്നും പേര് വിളിച്ചു. അവിടെ ലിസ്രായിൽ പ്രചാരത്തിലിരുന്ന ഒരു ഐതിഹ്യത്തിൻ്റെ പേരിലാണ് ഇവർ ഈ പേരുകൾ ബാർണബാസിനും പൗലോസിനും വിളിക്കുവാനിടയായത്. സേവൂസ്, ഹെർമസ് എന്നീ ദേവന്മാർ വേഷപ്രച്ഛന്നരായി ലോകത്തിൽ വന്നു. അവരുടെ ഐതിഹ്യമാണ്. ഫിലോമോനും അവൻ്റെ ഭാര്യ ബോസിസ് എന്ന വൃദ്ധ കർഷക ദമ്പതികളാണ്. അവർ മാത്രമേ ഈ ദേവന്മാർക്ക് ആതിഥ്യം നൽകിയുള്ളൂ. മറ്റാരും ആതിഥ്യം നൽകിയില്ല. അതുകൊണ്ട് അവരങ്ങ് കോപിച്ചു, ദേവന്മാരങ്ങ് കോപിച്ചു. കോപിച്ചിട്ട് ദേശത്തെ മുഴുവൻ ജനങ്ങളെയും കൊന്നൊടുക്കി. ആ പ്രദേശത്ത് എല്ലാവരെയും അങ്ങ് കൊന്നൊടുക്കി. ഈ വൃദ്ധ ദമ്പതിമാർ മരിച്ചപ്പോൾ അവരെ 2 വൻ വൃക്ഷങ്ങളാക്കി അങ്ങ് മാറ്റി. ആ മനുഷ്യരിപ്പം വൃക്ഷങ്ങളായിട്ട് നിൽക്കുന്നു, ഈ 2 പേര്. എന്നിട്ട് ഒരു ജോലിയും കൊടുത്തു. ക്ഷേത്ര പാലകരായിട്ട് ജോലിയും കൊടുത്തു. 2 വൃക്ഷമാണ്, 2 മനുഷ്യരുടെ പ്രതിനിധി ആയിട്ട് വന്നവരാണല്ലോ. ഇത് അവരുടെ നാട്ടിലെ ഐതിഹ്യം. അപ്പോൾ രോഗശാന്തി നൽകാൻ അഭൗമികമായ കഴിവ് പൗലോസിനും ബാർണബാസിനും ഉണ്ടെന്ന് കണ്ടപ്പോൾ ഈ ജനങ്ങൾ വിചാരിച്ചു, ഇവർ ഹെർമസും സേവൂസും ദേവന്മാരായിരിക്കാം, ഇപ്പോൾ ഇറങ്ങി വന്നതായിരിക്കും എന്ന് അവർ വിചാരിച്ചു. അതുകൊണ്ടൊരു കാര്യം പറ്റി. അവിടെ നഗരത്തിൻ്റെ വാതിലിൽ സേവൂസിൻ്റെ ക്ഷേത്രമുണ്ട്. അവിടുത്തെ പുരോഹിതൻ വിചാരിച്ചു, ഇവരും ദേവന്മാർ വന്നിരിക്കുകയല്ലേ, ബലിയർപ്പിക്കണം. അങ്ങനെ ബലിയർപ്പിക്കാനായിട്ട് അവർ മുന്നോട്ട് വന്നപ്പോഴാണ് പൗലോസും ബാർണബാസും അത് കണ്ടു. അവർ വിളിച്ചു പറഞ്ഞു, ഹേ മനുഷ്യരെ, ഞങ്ങളും നിങ്ങളെപ്പോലെ തന്നെ ഉള്ള മനുഷ്യരാണ്, ഞങ്ങൾ ദേവന്മാരും ഒന്നുമല്ല എന്ന് അവർ പറഞ്ഞു. നമുക്കറിയാം അവർ അപ്പോസ്തലന്മാരാണ്, പക്ഷെ ദേവന്മാർ അല്ല. മനുഷ്യർക്ക് ദൈവം ദാനം വരമായിട്ട് നൽകിയപ്പോൾ അവർക്ക് രോഗശാന്തി വരെ ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ മുടന്തനെ സൗഖ്യമാക്കുവാൻ സാധിച്ചത്. നമ്മളിവിടെ ചിന്തിച്ചത് ബാർണബാസും പൗലോസും അപ്പോസ്തലന്മാർ എന്ന പേരിന് അർഹരായിരുന്നു. ആ പേരിനാൽ അവർ വിളിക്കപ്പെട്ടിരുന്നു. അങ്ങനെ അപ്പോസ്തലന്മാരെന്ന് വിളിക്കപ്പെടുന്ന ഈ 12 പേര് കൂടാതെ ഏതാനും പേരുടെ പേരും ബൈബിളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. പിന്നീട് നമ്മൾ കാണുന്ന ഒരു പദം പ്രവാചകൻ എന്നാണ്. ആദിമസഭയിൽ പ്രവാചകന്മാർ ഉണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ടോ? ഉണ്ടായിരിക്കണം, ഉണ്ടാകണം. ഒരു സമൂഹം ദൈവവചനം ഒന്നിച്ചിരുന്ന് പഠിക്കുമ്പോൾ പ്രവചനപരമുള്ള വ്യക്തി അതിൻ്റെ അർത്ഥം ഗ്രഹിക്കുന്നു. നമ്മൾ വചനം വായിക്കുമ്പോൾ അത് ഗ്രഹിക്കാനുള്ള ശക്തി വരമാണത്. എല്ലാവർക്കും ഒരുപോലെ അല്ല. പ്രവചനപരമുള്ളവർ, പ്രവചനമെന്ന് പറഞ്ഞാൽ തന്നെ ദൈവത്തിൻ്റെ വചനങ്ങളാണ്. പ്രവചനപരമുള്ളവർക്ക് അതിൻ്റെ അർത്ഥം പെട്ടെന്ന് അവർക്ക് ഗ്രഹിക്കുവാൻ സാധിക്കുന്നു. അവരെന്തെയും അതവർക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം. ദൃഢവിശ്വാസത്തോടുകൂടി അത് സമൂഹത്തിൻ്റെ മുൻപാകെ അവതരിപ്പിക്കുവാൻ അവർക്ക് കഴിയുന്നു. നമ്മൾ തന്നെ ചിന്തിച്ചേക്കാം,
ദൈവവചനം വായിക്കുമ്പോൾ ചിലർക്ക് കിട്ടുന്ന ഉൾക്കാഴ്ച അടുത്തിരിക്കുന്ന ഒരാളിന് ചിലപ്പം കിട്ടണമെന്നില്ല. ഏതായാലും ഈ വരമുള്ളവർ അത് മറ്റുള്ളവരുടെ മുൻപാകെ അതൊന്ന് പറയും. ഇതാണ് ഇതിൻ്റെ അർത്ഥം. അവൻ മറ്റുള്ളവർക്ക് ധീരതയുടെ ഒരു സ്രോതസ്സായിത്തീരുന്നു. ശക്തമായിട്ടവർ പറയും, പേടിക്കാനൊന്നുമില്ല. ഒരു പ്രവാചകനായിട്ട് യേശുവിനെ ജനങ്ങൾ ആ ഇടയ്ക്ക് കരുതിയിട്ടുണ്ടായിരുന്നു. പ്രവാചകനായിട്ട് മിശിഹയാണെന്നോ ക്രിസ്തുവാണെന്നോ ഒന്നും അവർക്ക് മനസ്സിലായില്ലെങ്കിലും ഒരു പ്രവാചകനായിരിക്കും എന്ന് അവർ കരുതിയിട്ടുണ്ട്. യേശു തന്നെ താനൊരു പ്രവാചകനാണെന്നുള്ള കാര്യം പറയുന്നുമുണ്ട്. യേശു ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 57-ാം വാക്യം. യേശു അവരോട് പറഞ്ഞു, പ്രവാചകൻ സ്വദേശത്തും സ്വഭവനത്തിലുമല്ലാതെ മറ്റെങ്ങും അവമതിക്കപ്പെടുന്നില്ല. യേശുവിനെക്കുറിച്ചാണ് പറഞ്ഞത്. പ്രവാചകൻ എന്നുള്ള വാക്ക് യേശു ഉപയോഗിക്കുന്നു. പ്രവാചകന്മാർ സ്വന്തം നഗരത്തിലും സ്വഭവനത്തിലുമാണ് അവമതിക്കപ്പെടുന്നത്. നസ്രത്തിലെ കാര്യം അവിടുത്തെ സിനഗോഗിൽ പഠിപ്പിച്ചപ്പോൾ ആൾക്കാർ യേശുവിൻ്റെ വാക്കുകൾ കേൾക്കുന്നതിനെക്കാട്ടിൽ പ്രധാനം അവർ ചോദിക്കുന്നത്, ഇവന് ഈ അറിവൊക്കെ എവിടെ നിന്ന് കിട്ടി? ഇവനല്ല തജ്ജൻ്റെ മകനല്ലേ? മേരിയുടെ മകനല്ലേ? അവൻ്റെ സഹോദരങ്ങളല്ലേ ഇവിടെ നിൽക്കുന്നത്? സഹോദരിയല്ലേ അപ്പുറത്ത് നിൽക്കുന്നത്? ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളായിപ്പോയി. അവമതിക്കപ്പെടുകയാണ്. അല്ലാതെ ഈ ദൈവവചനം കേൾക്കാനുള്ള താല്പര്യമല്ല അവർ കാണിച്ചത്. സ്വന്തം ഭവനത്തിലും ദേശത്തിലും ആണ് പ്രവാചകൻ അവമതിക്കപ്പെടുന്നത് എന്ന് യേശു അവിടെ വെച്ച് പറഞ്ഞു. ക്രിസ്തീയ സഭയിൽ പ്രവാചകന്മാരുണ്ടായിരുന്നു. പുതിയ നിയമം അങ്ങനെ സൂചിപ്പിക്കുന്നുണ്ട്. ഒരു പേരാണ് ഹാഗാബോസ്. പൗലോസും ബാർണബാസും അന്ത്യോക്യയിലായിരുന്നപ്പോൾ ജെറുസലേമിൽ നിന്ന് പ്രവാചകന്മാർ അന്ത്യോക്യയിലേക്ക് വന്നു. അപ്പോൾ പ്രവാചകന്മാരുടെ പ്രവർത്തനം ഒന്നുമുണ്ട്. ഹാഗാബോസ് എന്ന് പറയുന്നൊരു പ്രവാചകൻ്റെ കാര്യമാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോസ്തല പ്രവൃത്തികൾ 11-ാം അധ്യായം 28-29 വാക്യങ്ങൾ. അവരിൽ അന്ത്യോക്യയിലേക്ക് വന്ന പ്രവാചകന്മാരിൽ ഹാഗാബോസ് എന്ന ഒരുവൻ എഴുന്നേറ്റ് ലോകവ്യാപകമായ ഒരു വലിയ ക്ഷാമമുണ്ടാകും എന്ന പരിശുദ്ധാത്മാവിൽ പ്രചോദിതനായി പ്രവചിച്ചു. ക്ലാവുദിയോസിൻ്റെ ഭരണകാലത്ത് ഈ ക്ഷാമമുണ്ടായി. ശിഷ്യരെല്ലാവരും തങ്ങളുടെ കഴിവനുസരിച്ച് യൂദയായിൽ താമസിച്ചിരുന്ന സഹോദരർക്ക് ദുരിതാശ്വാസം എത്തിച്ചു കൊടുക്കുവാൻ തീരുമാനിച്ചു. നമ്മളിങ്ങനെ ചിന്തിച്ചേക്കാൻ ചിലപ്പോൾ ഹാഗാബോസ് എന്ന് പറയുന്ന ഒരു വലിയ പ്രവാചകൻ എന്തിനാണ് ഈ ക്ഷാമത്തെക്കുറിച്ച് പറഞ്ഞത്? ദൈവവചനം വല്ലതും പറഞ്ഞാൽ പോരായിരുന്നോ എന്ന്. ക്ഷാമത്തെക്കുറിച്ച് പറയാനുണ്ടായ ഒരു കാരണം അവിടെ ഉണ്ടായെന്ന് നമ്മൾ കാണുന്നു. കാരണം ക്ഷാമം ഉണ്ടായപ്പോൾ അത് യൂദയയിലെ വിശ്വാസികളെയാണ് കൂടുതൽ ബാധിക്കുന്നത്. അവിടെയാണ് കഠിനമായിട്ട് ക്ഷാമം ഉണ്ടായത്. അപ്പോൾ അന്ത്യോക്യയിലുള്ള സഹോദരങ്ങൾ അവരൊരു തീരുമാനം എടുത്തു. അപ്പോളെ നമ്മൾ കളക്ഷൻ എടുത്ത് യൂദയായിലെ വിശ്വാസികളെ സഹായിക്കണം. ഇവിടെ തീരുമാനമെടുക്കാൻ ഒരു അവസരം പരിശുദ്ധാത്മാവ് ഉണ്ടാക്കി കൊടുത്തതാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ആ പ്രവാചകൻ അത് പ്രവചിച്ചു എന്ന് ചുരുക്കം. അപ്പോസ്തല പ്രവൃത്തികൾ 13-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. അന്ത്യോക്യയിലെ സഭയിൽ പ്രവാചകന്മാരും പ്രബോധകന്മാരും ഉണ്ടായിരുന്നു. ബാർണബാസ്, നീഗർ എന്ന് വിളിക്കപ്പെടുന്ന ശിമയോന്, കിറനേക്കാരൻ ലൂസിയോസ്, സാമന്തരാജാവായ ഹെറോദേസിനോടുകൂടെ വളർന്ന മനായേൽ, സാവുൾ എന്നിവർ. അവരൊക്കെ പ്രവാചകന്മാരും കൂടെ ആയിരുന്നു എന്ന് അവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ഇനി നമ്മൾ കാണുന്നത് പ്രഘോഷകന്മാർ, സുവിശേഷ പ്രഘോഷകന്മാർ. സുവിശേഷം എന്താണെന്ന് അറിയണം, എന്നിട്ടല്ലേ സുവിശേഷ പ്രഘോഷകരെന്താണെന്ന് മനസ്സിലാക്കേണ്ടത്. യേശു ക്രിസ്തു മനുഷ്യൻ്റെ പാപപരിഹാരാർത്ഥം കുരിശിൽ ബലിയർപ്പിക്കപ്പെട്ടു എന്നും അടക്കപ്പെട്ടു എന്നും 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു എന്നും വിശ്വസിക്കുകയും
അവനെ രക്ഷകനായി കൈക്കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്നവർക്ക് നിത്യജീവൻ ഉണ്ടെന്നും അവർ സ്വർഗരാജ്യത്തിന് അവകാശികളും ആണ് എന്നുള്ള സദ്വാർത്ത ആണല്ലോ സുവിശേഷം. ഇതൊരു വാർത്തയാണ്, സദ്വാർത്ത. നമുക്ക് രക്ഷയുണ്ട്, സ്വർഗരാജ്യമുണ്ട് എന്ന്. ആർക്ക്? നമുക്കെന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിനെ എൻ്റെ രക്ഷകൻ, എൻ്റെ കർത്താവ് എന്ന് വിശ്വസിച്ചേറ്റ് പറഞ്ഞാൽ മതി. അവർക്ക് സ്വർഗരാജ്യമുണ്ട് എന്ന വാർത്ത, അതാണ് സുവിശേഷം. അത് പ്രഘോഷിക്കണം. അതിന് ആൾക്കാർ വേണം പ്രഘോഷിക്കാൻ. എല്ലാവരും പ്രഘോഷകരാണ് യഥാർത്ഥത്തിൽ. ഈ സുവിശേഷത്തെ സംബന്ധിച്ച പ്രവചനം തന്നെ പഴയ നിയമം മുതലേ ഇങ്ങോട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. യേശയ്യ പ്രവചിച്ചിരിക്കുന്നു, 2-ാം അധ്യായം 3-ാം വാക്യം. അനേകം ജനതകൾ പറയും, വരുവീൻ, നമുക്ക് കർത്താവിൻ്റെ ഗിരിയിലേക്ക്, യാക്കോബിൻ്റെ ദൈവത്തിൻ്റെ ഭവനത്തിലേക്ക് പോകാം. അവിടുന്ന് തൻ്റെ മാർഗങ്ങൾ നമ്മെ പഠിപ്പിക്കും, നാം ആ പാതകളിൽ ചരിക്കും. കർത്താവിൻ്റെ നിയമം സിയോനിൽ നിന്ന് പുറപ്പെടുന്നു, അവിടുത്തെ വചനം ജെറുസലേമിൽ നിന്നും. കണ്ടോ, ക്രിസ്ത്യ വിശ്വാസം പുറപ്പെട്ടിങ്ങോട്ട് വരുന്നത് സിയോനിൽ നിന്ന്, ജെറുസലേമിൽ നിന്നാണെന്ന് യേശയ്യ തന്നെ പണ്ട് പ്രവചിച്ചിരിക്കുകയാണ്. യേശയ്യ വീണ്ടും ഒരു വാചകം പറഞ്ഞിരിക്കുന്നു, 29-ാം അധ്യായം 18-ാം വാക്യം. അന്ന് ചെകിടർ ഗ്രന്ഥത്തിലെ വാക്കുകൾ വായിച്ച് കേൾക്കുകയും അന്ധർക്ക് അന്ധകാരത്തിൽ ദർശനം ലഭിക്കുകയും ചെയ്യും. ചെകിടർ കേൾക്കും, അന്ധർ കാണുമെന്നുള്ളത് ക്രിസ്തുവിൻ്റെ സമയത്ത് നമ്മൾ കേട്ടതല്ലേ, അത് സംഭവിക്കും. യേശയ്യ വീണ്ടും പറഞ്ഞിരിക്കുന്നു 52:7, സത്വാർത്ത അറിയിക്കുകയും സമാധാനം വിളംബരം ചെയ്യുകയും രക്ഷയുടെ സന്ദേശം പ്രഘോഷിക്കപ്പെടുകയും സിയോനോട് നിന്റെ ദൈവം ഭരിക്കുന്നു എന്ന് പറയുകയും ചെയ്യുന്നവൻ്റെ പാദം മലമുകളിൽ എത്ര മനോഹരമാണ്. അപ്പോൾ ഈ രക്ഷയുടെ സന്ദേശം പ്രഖ്യാപിക്കുന്ന കാര്യം യേശയ്യ പറഞ്ഞിരിക്കുന്നു, ആ പ്രഘോഷിക്കുന്നവരുടെ പാദം എത്ര മനോഹരമാണ്. ഇതാണ് യേശയ്യ പ്രവചിച്ചിരിക്കുന്നത്. ഒരു വാക്ക് നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം. ഈ സത്വാർത്ത അറിയിക്കുന്നവരുടെ കൈ എത്ര മനോഹരമാണെന്നോ, അവരുടെ കഴുത്ത് എത്ര ശക്തമാണെന്നോ ഒന്നുമല്ല പറഞ്ഞത്. അവരുടെ പാദങ്ങൾ എത്ര മനോഹരമായിരിക്കുന്നു. പ്ലെയിനിൽ പോയി സുവിശേഷം അറിയിക്കുന്നതുകൊണ്ട് തെറ്റുണ്ടെന്നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. യേശു ശിഷ്യന്മാരെ വിട്ട് പറഞ്ഞു, ചെരുപ്പ് പോലും ധരിക്കണ്ട, 2 ഉടുപ്പും വേണ്ട, നിങ്ങൾ എല്ലായിടത്തും നടന്നങ്ങ് പോ. ഓരോ വീട്ടിലും കയറുമ്പോൾ അവിടെ സമാധാനം ആശംസിക്കണം, സുവിശേഷം അറിയിച്ചോളൂ. തിരിച്ചിങ്ങോട്ട് പോരുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചോളൂ, അവരൊരു പക്ഷേ നിങ്ങളെ സ്വീകരിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ കാലിലെ പൊടി തട്ടിക്കളയുവേ. വിധി ദിവസത്തിൽ സോദോം ഗൊമോറയ്ക്ക് ഉണ്ടാകുന്ന അനുഭവത്തേക്കാൾ വലിയ അനുഭവം അവിടെ ഉണ്ടാകും. നിങ്ങൾ കാലിലെ പൊടി തട്ടിക്കളയുവേ. ആ പാദങ്ങൾ എത്ര മനോഹരം! സുവിശേഷം അറിയിക്കുന്നവരുടെ പാദങ്ങൾ എത്ര മനോഹരം! വേറെ ജോലിയൊന്നും നമുക്ക് കർത്താവ് തരുന്നില്ല, ഒറ്റ ജോലിയേ ഉള്ളൂ, സുവിശേഷം അറിയിക്കുക. യേശയ്യ വീണ്ടും 61:1 പറയുന്നു, ദൈവമായ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, പീഡിതരെ സത്വാർത്ത അറിയിക്കുന്നതിനെ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. കർത്താവ് എടുത്തു പറഞ്ഞൊരു വാചകമാണ്. കർത്താവിനെക്കുറിച്ച് തന്നെ, യേശുവിനെക്കുറിച്ച് തന്നെ യേശു പറഞ്ഞ കാര്യം കൊണ്ട് കോട്ട് ചെയ്ത് പറഞ്ഞ ആ വാചകമാണ്. ഇത് നമ്മളിൽ ശ്രദ്ധിക്കണം. കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ഓരോ വ്യക്തിയുടെയും മേൽ പരിശുദ്ധാത്മാവിൻ്റെ ആത്മാവുണ്ട്. പീഡിതരെ സത്വാർത്ത അറിയിക്കുന്നതിനെ അവിടുന്ന് തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. പൂർണ്ണമായിട്ടും കർത്താവിനെക്കുറിച്ചുള്ള വാചകമാണ്. നമ്മൾ സുവിശേഷം അറിയിക്കുന്ന ഓരോരുത്തരും മനസ്സിലാക്കണം, നമ്മളെ അഭിഷേകം ചെയ്തിരിക്കുന്നു. അഭിഷേകം ചെയ്തിരിക്കുകയാണ്. അത് പരിശുദ്ധാത്മാവിനെ നമ്മളിൽ അഭിഷേകം ചെയ്തതെന്ന് അതിൻ്റെ അർത്ഥം.
അപ്പോഴല്ലേ ശക്തമായിട്ട് നമുക്ക് പ്രസംഗിക്കാനൊക്കെ ഉള്ളൂ. യേശുവിൻ്റെ ജനനം തന്നെ പരിശുദ്ധാത്മാവ് വരും, ശക്തി പ്രാപിക്കും. അത്യുന്നതിൻ്റെ ശക്തി നിൻ്റെ മേലാവസിക്കുമെന്നല്ലേ പറഞ്ഞത്. പരിശുദ്ധാത്മാവ് വരുമ്പോൾ നമ്മൾ ശക്തി പ്രാപിക്കും, പ്രസംഗിക്കാനും നമുക്ക് അനുഗ്രഹവും വരവും കിട്ടും. ഇനി സുവിശേഷം ആർക്ക് വേണ്ടിയുള്ളതാണ്? യഹൂദന്മാരുടെ ഒരു വിഭാഗത്തിന് വേണ്ടിയുള്ളതാണോ? എല്ലാവർക്കും വേണ്ടിയുള്ളതാണോ? സുവിശേഷം എല്ലാ ജനതകൾക്കും വേണ്ടിയുള്ളതാണ്. സങ്കീർത്തനം 22:27 പറയുന്നു, ഭൂമിയുടെ അതിർത്തികൾ കർത്താവിനെ അനുസ്മരിക്കുകയും അവിടുത്തെ അടുത്തേക്ക് തിരിയുകയും ചെയ്യും. എല്ലാ ജനതകളും അവിടുത്തെ സന്നിധിയിൽ ആരാധന അർപ്പിക്കും. നമ്മൾ മനസ്സിലാക്കണം, നമുക്ക് ദൈവം അങ്ങനെ ഒരു കൃപ തന്നല്ലോ. ഇസ്രായേൽ ജനമായിരുന്നിട്ടില്ലായിരുന്നിട്ട് പോലും നമ്മളെ രക്ഷയിലേക്ക് കർത്താവ് കൂട്ടിക്കൊണ്ടുവന്നു. എത്ര നല്ലവൻ, എത്ര നല്ലവൻ, എത്ര നല്ലവൻ. സ്വർഗരാജ്യം നമുക്ക് അവകാശമായിട്ട് തന്നിരിക്കുന്നു. ഇസ്രായേൽക്കാർ വിചാരിച്ച, അല്ലെങ്കിൽ യഹൂദർ വിചാരിച്ചിട്ടുണ്ട് അവർക്ക് വേണ്ടി മാത്രമുള്ളതാണെന്ന്. അങ്ങനെയല്ല, എല്ലാ ജനതകൾക്കും ആരാധന അർപ്പിക്കാൻ സാധിക്കും, ദൈവസന്നിധിയിൽ എത്തുവാൻ സാധിക്കും. സങ്കീർത്തനം 96:3 പറയുന്നു, ജനതകളുടെ ഇടയിൽ അവിടുത്തെ മഹത്വം പ്രഘോഷിക്കുവീൻ. ദാവീദ് പറഞ്ഞിരിക്കുക, ജനതകളുടെ ഇടയിൽ അവിടുത്തെ മഹത്വം പ്രഘോഷിക്കുവീൻ. ഇസ്രായേൽക്കാരുടെ ഇടയിൽ ഇതെന്ന് പറയാനൊന്നും അല്ല പറഞ്ഞിരിക്കുന്നത്. ജനതകളുടെ ഇടയിൽ അവിടുത്തെ മഹത്വം പ്രഘോഷിക്കുവിൻ. എല്ലാവർക്കും വേണ്ടി ഉള്ളതാണ് ഈ സത്വാർത്ത എന്ന് നമ്മൾ അറിയണം. അതുകൊണ്ടാണ് നമുക്ക് ആ കടമ എല്ലാവരോടും പറയാൻ വന്നിരിക്കുന്നത്. യേശയ്യാ 2:2 ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, അവസാന നാളുകളിൽ കർത്താവിൻ്റെ ആലയം സ്ഥിതി ചെയ്യുന്ന പർവ്വതം എല്ലാ പർവ്വതങ്ങൾക്കും മുകളിൽ ഉയർന്നു നിൽക്കും, എല്ലാ ജനതകളും അതിലേക്ക് ഒഴുകും. എല്ലാവരും വരും. ഇനിയും ഓരോ പദവിയിൽ നിയമിക്കുമ്പോൾ വേറൊരു പദവിയാണ് സുവിശേഷകന്മാർ എന്ന് പറയുന്നത്. പത്രോസ്, യോഹന്നാന്, യാക്കോബ്, സ്തേഫാനോസ് തുടങ്ങിയവരുടെ സുവിശേഷ പ്രവർത്തനങ്ങളെല്ലാം ഈ അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. പൗലോസിൻ്റെ 3 മിഷനറി യാത്ര, നീതിയുടെ കിരീടം പ്രാപിക്കാനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആ ഓട്ടം, ഇതെല്ലാം എടുത്തു പറയേണ്ട കാര്യങ്ങളാണ്. സുവിശേഷകനായ പീലിപ്പോസ് സമറിയായിൽ ചെയ്യുന്ന പ്രവർത്തനം അപ്പസ്തോല പ്രവർത്തികൾ എഴുതിയിട്ടുണ്ട്. പീലിപ്പോസിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് ഒരു വാചകം നമുക്കൊന്ന് ചിന്തിക്കാം. അപ്പസ്തോല പ്രവർത്തികൾ 8-ാം അധ്യായം 6-7 വാക്കുകൾ. പീലിപ്പോസിൻ്റെ വാക്കുകൾ കേൾക്കുകയും അവൻ പ്രവർത്തിച്ച അടയാളങ്ങൾ കാണുകയും ചെയ്ത ജനക്കൂട്ടം അവൻ പറഞ്ഞ കാര്യങ്ങൾ ഏക മനസ്സോടെ ശ്രദ്ധിച്ചു. എന്തെന്നാൽ അശുദ്ധാത്മാക്കൾ തങ്ങൾ ആവേശിച്ചിരുന്നവരെ വിട്ട് ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് പുറത്തുപോയി. അനേകം തളർവാദ രോഗികളും മുടന്തന്മാരും സുഖം പ്രാപിച്ചു. പീലിപ്പോസിൻ്റെ ഒരു പ്രത്യേകത എടുത്ത് പറയാനുള്ളത്, അപ്പോസ്തലന്മാരിൽ പെടുന്ന ഒരാളല്ല, 7 പേരെ പ്രത്യേകം തിരഞ്ഞെടുത്ത ശുശ്രൂഷകരിൽ പെട്ട ആളാണ്. പക്ഷെ അദ്ദേഹം സമറിയായിൽ പോയി സുവിശേഷം പ്രസംഗിച്ചു. അദ്ദേഹം വഴി അത്ഭുതങ്ങൾ നടന്നു, രോഗശാന്തികളുണ്ടായി, മുടന്തന്മാരൊക്കെ സൗഖ്യം പ്രാപിച്ച് നടന്നു. എടുത്തു പറയുന്ന ഒരു സുവിശേഷ പ്രഘോഷണം എന്ന് പറയുന്നത്, എത്യോപ്യ രാജ്ഞിയായ കൽദാക്കയുടെ ഭണ്ഡാര വിചാരിപ്പുകാരനെ സുവിശേഷം അറിയിക്കുകയും അദ്ദേഹം സ്നാനപ്പെടുകയും ചെയ്തു. അത് പ്രത്യേകം രേഖപ്പെടുത്തിയൊരു വലിയ സംഭവമാണ് അപ്പസ്തോല പ്രവൃത്തികളിൽ. അദ്ദേഹം ഇതെല്ലാം കേട്ട് പഠിച്ചു കഴിഞ്ഞപ്പോൾ ആ ഷണ്ടന് പറയുകയാണ്, എന്നെ സ്നാനപ്പെടുത്തുന്നതിന് ഇനി എന്തെങ്കിലും തടസ്സമുണ്ടോ? ഞാൻ വിശ്വസിക്കുന്നുണ്ടല്ലോ, എന്നെ സ്നാനപ്പെടുത്തുന്നതിന് എന്തെങ്കിലും തടസ്സമുണ്ടോ? ഫിലിപ്പോസ് പറഞ്ഞു, വിശ്വസിക്കുന്നെങ്കിൽ സ്നാനപ്പെടാം. ഇപ്പം സ്നാനപ്പെടണമെന്നുണ്ടെങ്കിൽ ഇതെല്ലാം കേട്ടാൽ മാത്രം പോരാ, വിശ്വസിക്കണം. ക്രിസ്തുവിനെക്കുറിച്ചെല്ലാം കേട്ടു. എത്യോപ്യയിൽ നിന്ന് വന്ന ഒരാളാണ് അദ്ദേഹം. ക്രിസ്തുവിനെക്കുറിച്ച് എല്ലാം കേട്ടു, മരണം, ഉയർപ്പ്, സകലതും കേട്ട് കഴിഞ്ഞിട്ട്
അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാകുകയാണ്, വിശ്വസിക്കുന്നു. അപ്പോൾ ഈ സ്നാനത്തെക്കുറിച്ചും ഫിലിപ്പോസ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ സ്നാനപ്പെടുന്നതിന് എന്തെങ്കിലും തടസ്സമുണ്ടോ? ഫിലിപ്പോസ് പറഞ്ഞു, വിശ്വസിക്കുന്നുവെങ്കിൽ സ്നാനപ്പെടാം. അപ്പോൾ സ്നാനപ്പെടുന്നതിന് വിശ്വസിക്കണം. എന്ത്? കർത്താവായ യേശുവിനെ രക്ഷകനായി വിശ്വസിച്ച് അത് പറയണം. സ്നാനപ്പെടാമെന്ന് പറഞ്ഞു. എവിടെ സ്നാനപ്പെട്ടത്? ഒരു ജലാശയം കണ്ടു, അവിടെ വെള്ളത്തിൽ ഇറങ്ങി മുങ്ങി സ്നാനപ്പെട്ടു. ഫിലിപ്പോസാണ് സ്നാനം വഹിച്ച ആൾ. അദ്ദേഹം സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ അപ്രത്യക്ഷമായി ഫിലിപ്പോസ്. ദൈവത്തിൻ്റെ പ്രവർത്തനമാണ്. ഇനി നമ്മൾ കാണുന്ന വേറെ ഒരു പദവി പ്രബോധകർ എന്ന് പറയും. വിശുദ്ധ ലിഖിതങ്ങൾ വ്യാഖ്യാനിച്ച് കൊടുക്കുന്നവരാണ് ഈ പ്രബോധകർ എന്ന് പറയുന്നത്. ഉയർത്തെഴുന്നേറ്റ യേശു എമ്മാവൂസിലേക്ക് അങ്ങോട്ട് പോയി. 2 ശിഷ്യന്മാരെ എമ്മാവൂസിലേക്ക് പോവുകയാണ്. ആ ഞായറാഴ്ച തന്നെയാണ്, ഉയർത്തെഴുന്നേറ്റ ഞായറാഴ്ച തന്നെ. അവർ രണ്ടും കൂടെ സംസാരിക്കുന്നത് യേശുവിൻ്റെ മരണത്തെക്കുറിച്ചും ഉയർത്തെഴുന്നേറ്റ കാര്യം അവർക്ക് അത്ര വ്യക്തമായിട്ട് മനസ്സിലുമായിട്ടില്ല. ഈ കാര്യങ്ങളെല്ലാം ഇങ്ങനെ പറയുമ്പോൾ യേശു അവരുടെ കൂടെ നടന്നിട്ട് ചോദിച്ചു, എന്തുവാ നിങ്ങൾ പറയുന്നത്? അതെല്ലാം സംസാരിച്ച് കഴിഞ്ഞിട്ട് അവർക്ക് മനസ്സിലാകുന്നില്ല, ഇങ്ങനെ സംശയമുണ്ട്. സ്ത്രീകൾ താണ്ട് വന്ന് പറഞ്ഞു യേശു ഉയർത്തെഴുന്നേറ്റ് എന്നൊക്കെ പറഞ്ഞപ്പോൾ യേശു അതെല്ലാം ഒന്ന് വ്യാഖ്യാനിച്ചു. എങ്ങനെ യേശു വ്യാഖ്യാനിച്ചത്? മോശ തുടങ്ങി എല്ലാ പ്രവാചകന്മാരും വിശുദ്ധ ലിഖിതങ്ങളിൽ തന്നെപ്പറ്റി എഴുതിയിരിക്കുന്നവയെല്ലാം വ്യാഖ്യാനിച്ചു കൊടുത്തു. മോശ തുടങ്ങി എല്ലാ പ്രവാചകന്മാരും വിശുദ്ധ ലിഖിതങ്ങളിൽ തന്നെപ്പറ്റി എഴുതിയിരിക്കുന്ന എല്ലാം യേശു വ്യാഖ്യാനിച്ചു കൊടുത്തു. 1-2 കാര്യം ശ്രദ്ധിച്ചോണം. യേശുവിൻ്റെ മരണത്തെക്കുറിച്ചും ഉയർപ്പിനെക്കുറിച്ചും എല്ലാം പഴയ നിയമത്തിൽ എഴുതിയിട്ടുണ്ട്. വ്യാഖ്യാനിച്ചു കൊടുക്കണം, പ്രബോധകർ വേണം. യേശു ചെയ്ത ജോലി അതാണ്. യേശു ദൈവമാണ്, യേശുവാണ് രക്ഷകൻ. അവിടെ ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. എല്ലാം വിവരിച്ചു കൊടുത്തു. എവിടെ നിന്നാണ് വിവരിച്ചു കൊടുത്തത്? മോശ തുടങ്ങി എല്ലാ പ്രവാചകന്മാരും വിശുദ്ധ ലിഖിതങ്ങളിൽ തന്നെപ്പറ്റി എഴുതിയിരിക്കുന്നതെല്ലാം വിശദീകരിച്ചു കൊടുത്തു. അപ്പോൾ പഴയ നിയമത്തിൽ ക്രിസ്തുവിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, പുതിയ നിയമത്തിൽ അത് വെളിവായി വന്നു. ഇത് നമ്മൾ മനസ്സിലാക്കണം. ചില വിഭാഗം അല്ലെങ്കിൽ ചില ആൾക്കാർ പറയും പുതിയ നിയമം മാത്രം പോരെ ക്രിസ്ത്യാനികൾക്ക്, ക്രിസ്തുവിനെക്കുറിച്ച് അവിടെ അല്ലയോ നമ്മൾ പറയുന്നത്, ഈ പഴയ നിയമമൊക്കെ എന്തിനാണെന്ന് ചോദിക്കുന്ന ചില ആൾക്കാരോ വിഭാഗങ്ങളോ ഉണ്ട്. അങ്ങനെയല്ല. മോശ തുടങ്ങി എല്ലാ പ്രവാചകന്മാരും വിശുദ്ധ ലിഖിതങ്ങളിൽ തന്നെപ്പറ്റി എഴുതിയിരിക്കുന്നതെല്ലാം. അപ്പോൾ അതിന് വിശുദ്ധ ലിഖിതം എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. പഴയ നിയമം പരിശുദ്ധാത്മാവിനാൽ എല്ലാം, പുതിയ നിയമം പഴയ നിയമം എല്ലാം പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ടതാണ്. കർത്താവ് പരിശുദ്ധാത്മാവൻ്റെ ഓതർ പരിശുദ്ധാത്മാവാണ്. അപ്പോൾ അത് വേണ്ട എന്നൊന്നും നമ്മൾ പറഞ്ഞു കളയരുത്, വേണ്ട എന്നൊന്നും പറഞ്ഞു കളയരുത്. അതിലെ ക്രിസ്തുവിനെ കുറിച്ച് എഴുതിയിരിക്കുക. ഏതായാലും യേശു അതെല്ലാം വ്യാഖ്യാനിച്ചു കൊടുത്തു. ഇതാണ് പ്രബോധകർ ചെയ്യുന്ന ജോലി. ബൈബിളിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ ക്രിസ്തുവിനെ പറ്റിയുള്ളത് വ്യാഖ്യാനിച്ചു കൊടുക്കണം, എങ്കിലേ ചിലർക്കത് മനസ്സിലാകുള്ളൂ. ഈ എമ്മോസിലോട്ട് പോയ സംഭവം ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായത്തിൽ വളരെ വിശദമായിട്ട് എഴുതിയിട്ട് ഉണ്ട്. സാവൂളും ബാർണബാസും നമ്മൾ പറഞ്ഞ 2 ആൾക്കാരാണ്. അവർ പ്രബോധകരോടാണ്. ബാർണബാസ് താർസോസിലേക്ക് ചെന്ന് സാവൂളിനെ കൂട്ടിക്കൊണ്ട് വന്നിട്ടാണ് അന്ത്യോക്യയിലേക്ക് പോയത്. അപ്പോസ്തല പ്രവൃത്തികൾ 11-ാം അധ്യായം 25-ാം വാക്യം. 1 വർഷം മുഴുവൻ അവർ അവിടുത്തെ സഭാ സമ്മേളനങ്ങളിൽ പങ്കെടുക്കുകയും വളരെ പേരെ പഠിപ്പിക്കുകയും ചെയ്തു. പൗലോസിൻ്റെ പ്രവർത്തനം ഇങ്ങനെ ഗ്രാജുവലായിട്ട് അതങ്ങ് ഡെവലപ്പ് ചെയ്ത് വരികയാണ്, വികസിച്ച് വരികയാണ്. പൗലോസ് കുറേ നാൾ ടാർസോസിൽ തൻ്റെ സ്വന്തം നാട്ടിൽ പോയിരിക്കുകയായിരുന്നു. ബാർണബാസ് ചെന്ന് ടാർസോസിൽ ചെന്ന് പൗലോസിനെ കൂട്ടിക്കൊണ്ട് വന്നിട്ടാണ് അന്ത്യോക്യയിലേക്ക് വന്നത്. അപ്പം ബാർണബാസും പൗലോസും അന്ത്യോക്യയിൽ ഇപ്പോഴുണ്ട്.
രണ്ടുപേരും 1 വർഷം അവിടെ താമസിച്ച് സഭാ സമ്മേളനങ്ങളിൽ പങ്കെടുത്ത് അവരെ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. ഇതാ പ്രബോധകർ ചെയ്യുന്നത്. മിഷണറി യാത്ര, 3 യാത്ര, പിന്നെ റോമിൽ പോകുന്ന എല്ലാം ഉണ്ട്. അതിനു മുമ്പായി തന്നെ 1 വർഷം അന്ത്യോക്യായിൽ താമസിച്ചുകൊണ്ട് ജനങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. പഠിപ്പിക്കുക ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ്. 2 ദിനവൃത്താന്തം 17:7 നമ്മളിങ്ങനെ വായിക്കുന്നു. യഹോഷാഫാത്തിൻ്റെ ഭരണകർത്താവായിരുന്ന ആ രാജാവിൻ്റെ ഭരണകാലത്ത് തൻ്റെ 3-ാം ഭരണവർഷം യഹോഷാഫാത്ത് യൂദാ നഗരങ്ങളിൽ ജനങ്ങളെ പഠിപ്പിക്കാൻ ഉപദേഷ്ടാക്കളായി ബെൻഹായിൽ, ഒബാദിയ, സക്കറിയ, നെത്താനേൽ, മിഖായ എന്നിവരെ അയച്ചു. ഇനി ഒരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. പഠിപ്പിക്കുന്നവരൊത്തിരി ഉള്ളത് കൊണ്ട് പറയുന്നവരുടെ എല്ലാം അങ്ങ് കേൾക്കാൻ പാടില്ല. വചനത്തിനെതിരായിട്ട് വല്ലവരും പറയുന്നെങ്കിൽ നമ്മൾ അംഗീകരിച്ചു കൊടുക്കരുത്. കാരണം വ്യാജ പ്രവാചകന്മാർ, പ്രബോധകർ ധാരാളം വരുന്നുണ്ട്. പൗലോസ് അത് നമ്മളോട് പറഞ്ഞിട്ടുമുണ്ട്. വ്യാജ പ്രബോധകർ വരും കാലങ്ങളിൽ വരുമെന്ന് പൗലോസ് അറിയിക്കുന്നു. 1 തിമോത്തിയോസ് 4:1-2 വാക്യങ്ങളിൽ വരുംകാലങ്ങളിൽ ചിലർ കപടാത്മാക്കളിലും പിശാചിൻ്റെ പ്രബോധനങ്ങളിലും ശ്രദ്ധയർപ്പിച്ചുകൊണ്ട് വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കും എന്ന് ആത്മാവ് വ്യക്തമായി പറയുന്നു. 2 തിമോത്തിയോസ് 4:3 വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കും, പുതിയ കാര്യങ്ങളൊക്കെ പറയും. ബൈബിളിലുള്ള കാര്യങ്ങൾ പോലും പഠിക്കുന്നില്ല, എന്നിട്ട് അതിനില്ലാത്ത ചില കാര്യങ്ങളൊക്കെ അങ്ങ് പഠിച്ചു വെച്ച് അതങ്ങ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അതല്ല, ബൈബിൾ അനുസരിച്ച് വേണം നമ്മൾ ജീവിക്കാൻ. ഇത് ദൈവത്തിൻ്റെ വചനങ്ങൾ, ഇതാണ് വ്യാഖ്യാനിക്കുകയും പഠിക്കുകയും ഇതനുസരിച്ച് വേണം ജീവിക്കുകയും ചെയ്യാൻ. ദൈവത്തിൻ്റെ വചനങ്ങൾക്കനുസരിച്ച് ജീവിക്കണം. ചിലർ വേറെ രീതിയിലൊക്കെ പറഞ്ഞുതരും, അംഗീകരിച്ച് കൊടുക്കരുത്. 2 തിമോത്തിയോസ് 4:3 പറയുന്നു, ജനങ്ങൾ ഉത്തമമായ പ്രബോധനത്തിൽ സഹിഷ്ണുത കാണിക്കാത്ത കാലം വരുന്നു. കേൾവിക്ക് ഇമ്പമുള്ളവയിൽ അവർ ആവേശം കൊള്ളുകയാൽ അവർ തങ്ങളുടെ അഭിരുചിക്ക് ചേർന്ന പ്രവാചകന്മാരെ വിളിച്ചുകൂട്ടും. ശരിയായിട്ടുള്ള കാര്യം എന്താണെന്നല്ല അവർക്കൊക്കെ അറിയേണ്ടത്. അവർക്ക് കേൾക്കാൻ ഇഷ്ടമുള്ളത് പറയുന്ന ചില ആൾക്കാരുണ്ട്, അവരെ ഇങ്ങ് വിളിക്കും, പറയും. അവർ പറയുന്നത് വളരെ സന്തോഷത്തോട് കേട്ടുകൊണ്ടിരിക്കും. അങ്ങനെ കേൾക്കാനല്ല കർത്താവ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. യാഥാർത്ഥ്യം, സത്യം എന്തെന്ന് പറയുന്നവരെ അവർ പറയുന്നതാണ് നമ്മൾ കേൾക്കേണ്ടത്. ബൈബിളിന് എഴുതിയിരിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു വള്ളിയോ പുള്ളിയോ കൂട്ടിച്ചേർത്ത് പറയുന്നവരെ അംഗീകരിച്ചു കൊടുക്കാൻ പാടില്ല. ഇനി നമ്മളൊരു വേറൊരു പദവി കാണുന്നത് ഇടയന്മാർ എന്നുള്ള പദവിയാണ്. ഇടയന്മാർ, ആടിനെ മേയ്ക്കുക എന്നുള്ള വാക്കാന്നല്ലോ കർത്താവ് പത്രോസിനോട് പോലും പറഞ്ഞത്. പൗലോസ് തിമോത്തിയോസിന് എഴുതുന്നു, 2 തിമോത്തിയോസ് 1:6, എൻ്റെ കൈവയ്പിലൂടെ നിനക്ക് ലഭിച്ച ദൈവീക വരം വീണ്ടും ഉജ്ജ്വലിപ്പിക്കണമെന്ന് ഞാൻ നിന്നെ അനുസ്മരിപ്പിക്കുന്നു. പൗലോസ് തീത്തോസിന് എഴുതുന്നു, തീത്തോസ് 3:1, ഭരണകർത്താക്കൾക്കും മറ്റധികാരികൾക്കും കീഴ്പ്പെട്ടിരിക്കാനും അനുസരണമുള്ളവരായിരിക്കാനും സത്യസന്ധമായ ഏതൊരു ജോലിക്കും സന്നദ്ധരായിരിക്കാനും നീ ജനങ്ങളെ ഓർമ്മിപ്പിക്കുക. 4:12 വാക്യത്തിലേക്ക് ഇനി നമുക്ക് കടക്കാം. 4:12, ഇത് വിശുദ്ധരെ പരിപൂർണരാക്കുന്നതിനും ശുശ്രൂഷയുടെ ജോലി ചെയ്യുന്നതിനും ക്രിസ്തുവിൻ്റെ ശരീരത്തെ പടുത്തുയർത്തുന്നതിനും വേണ്ടിയാണ്. ഏതാനും സഭയിലെ ചില പദവികളാണല്ലോ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്തിനാണ് ഈ പദവികളെല്ലാം? അതാണ് പറഞ്ഞിരിക്കുന്നത്. അവരുടെ ചില ഡ്യൂട്ടി, എന്തിനു വേണ്ടിയാണ് അവരെയൊക്കെ നിയമിച്ചിരിക്കുന്നത്, അതാണ് 12-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. ക്രിസ്തുവിൻ്റെ ശുശ്രൂഷയിൽ വിശ്വാസികളെ ഒരുക്കുന്നതിന് വേണ്ടിയാണ് പരിശുദ്ധാത്മാവ് വിവിധങ്ങളായ ദാനങ്ങൾ നൽകിയിരിക്കുന്നത്. വിവിധങ്ങളായ ദാനങ്ങളാണ് നൽകുന്നത്. എന്തിനാണെന്നാണ് നമ്മളിപ്പം പറഞ്ഞത്. യേശു കർത്താവ് ഈ താലന്തുകളുടെ ഒരു ഉപമ പറഞ്ഞിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 14 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. ഒരുവൻ യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് ഭൃത്യന്മാരെ വിളിച്ച്
തൻ്റെ സമ്പത്തെ അവരെ ഭരമേൽപ്പിച്ചതുപോലെയാണ് സ്വർഗരാജ്യം. അവൻ ഓരോരുത്തൻ്റെയും കഴിവനുസരിച്ച് ഒരുവനെ 5 താലന്തും മറ്റൊരുവന് 2 വേറൊരുവന് 1 കൊടുത്ത ശേഷം യാത്ര പുറപ്പെട്ടു. ഓരോരുത്തർക്കും വ്യത്യസ്തമായ നിലയിലാണ് നൽകിയത്. അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അവരുടെ കഴിവനുസരിച്ചാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് മറ്റേ ആളിന് കൊടുത്തതിന് അത്ര എനിക്ക് കിട്ടാഞ്ഞതെന്നും നമ്മൾ വിഷമിക്കേണ്ട. ഓരോരുത്തർക്കും അവരവരുടെ കഴിവനുസരിച്ചാണ് കൊടുത്തിരിക്കുന്നത് എന്ന് വചനത്തിൽ പറയുന്നു. ആ ഉപമ പറഞ്ഞു കഴിഞ്ഞിട്ട് അവസാനം യേശു ഇങ്ങനെ ഒരു വാചകം പറഞ്ഞിരിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 25-29 വാക്യം. ഉള്ളവന് നൽകപ്പെടും, അവന് സമൃദ്ധി ഉണ്ടാവുകയും ചെയ്യും, ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതുപോലും എടുക്കപ്പെടും. ലൗകികമായ സമ്പത്തിനെക്കുറിച്ചും ഇങ്ങനെ നമുക്ക് തോന്നുന്നുണ്ട്. ആത്മീയമായ കാര്യങ്ങളെക്കുറിച്ചാണ് യേശുവിടെ പറയുന്നത്. ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതുപോലും എടുക്കപ്പെടും, ഉള്ളവന് പിന്നെയും സമൃദ്ധിയായിട്ട് ഉണ്ടാകും. നമുക്ക് കൃപ ധാരാളമായിട്ട് കർത്താവ് തരുന്നുണ്ട്. പക്ഷേ ഓരോരുത്തർക്കും കൊടുക്കുന്നതിൻ്റെ അളവിൽ വ്യത്യാസമുണ്ട്. ആ കൃപയുടെ അളവനുസരിച്ചാണ് നമുക്ക് കിട്ടുന്ന ദാനങ്ങളിലും വ്യത്യാസം ഉണ്ടായിരിക്കുന്നത്. താൽക്കാലികമായ ചില വരദാനങ്ങളുണ്ട്, അതുപോലെ തന്നെ ആത്മീയവരങ്ങളുണ്ട്. ഏതാനും ആത്മീയവരങ്ങളെക്കുറിച്ച് ഞാൻ താഴെ ഒന്ന് സൂചിപ്പിക്കുകയാണ്. ഒന്ന്, ഒരു ശാശ്വത നാമം നമുക്ക് ലഭിക്കും. യേശയ്യ 56-4-5 വാക്യങ്ങൾ. കർത്താവ് അരുളി ചെയ്യുന്നു, എൻ്റെ സാപത്തെ ആചരിക്കുകയും എൻ്റെ ഹിതം അനുവർത്തിക്കുകയും എൻ്റെ ഉടമ്പടിയോടെ വിശ്വസ്തത പുലർത്തുകയും ചെയ്യുന്ന ഷണ്ഡന്മാർക്ക് ഞാൻ എൻ്റെ ആലയത്തിൽ മതിലുകൾക്ക് ഉള്ളിൽ പുത്രന്മാരെക്കാൾ ശ്രേഷ്ഠമായ ഒരു സ്മാരകവും നാമവും നൽകും. ഒരിക്കലും തുടച്ചു മാറ്റപ്പെടാത്ത ശാശ്വത നാമമായിരിക്കും അത്, ശ്രേഷ്ഠമായത്. ആർക്കാണെന്ന് നമ്മൾ കേട്ടല്ലോ. ആ നാമം നമുക്ക് ലഭിക്കും. പിന്നെ ഒരു ആത്മീയവരമെന്ന് പറയുന്നത് ആത്മീയമായ ജ്ഞാനത്തെക്കുറിച്ചാണ്. ജെറമ്യ 24-7 വാക്യം. ഞാനാണ് കർത്താവ് എന്ന് ഗ്രഹിക്കുന്നതിനായി ഞാൻ അവർക്ക് ഹൃദയം നൽകും, അവർ എൻ്റെ ജനവും ഞാൻ അവരുടെ ദൈവവുമായിരിക്കും, അവർ പൂർണ്ണ ഹൃദയത്തോടെ എൻ്റെ അടുക്കിലേക്ക് തിരിച്ചു വരും. ആത്മീയമായ ജ്ഞാനം എങ്ങനെയാണ് ലഭിക്കുന്നതെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഞാൻ അവർക്ക് അത് ഗ്രഹിക്കാനുള്ള ഹൃദയം നൽകും. കൃപ കിട്ടുന്നതിൻ്റെ അനുസരിച്ച് കൃപ ചോദിച്ച് വാങ്ങിച്ചാൽ മതി. അപ്പോൾ അതനുസരിച്ചുള്ള ദാനങ്ങൾ നമുക്ക് കിട്ടും. നമുക്കൊരു പുതിയ ഹൃദയം, ഇതെല്ലാം മനസ്സിലാക്കാനുള്ളൊരു ഹൃദയം നമുക്ക് ലഭിക്കും. ഒരു പുതിയ ഹൃദയം നമുക്ക് ലഭിക്കും. എസെക്കിയേലും പറഞ്ഞിട്ടുണ്ട് 11-18-19. അവിടെ വരുമ്പോൾ അവർ എല്ലാ നിന്ദ്യ വസ്തുക്കളും മ്ലേച്ഛതകളും അവിടെ നിന്ന് നീക്കിക്കളയും. അവർക്ക് ഞാൻ ഒരു പുതിയ ഹൃദയം നൽകും, ഒരു പുതിയ ചൈതന്യം അവരിൽ ഞാൻ നിക്ഷേപിക്കും. പരിശുദ്ധാത്മാവിനെ തരും. അത് നമ്മൾ ഓർത്തോണം. ലൂക്ക 11:13 പറയുന്നു, മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകാൻ ദുഷ്ടരായി നിങ്ങൾക്ക് അറിയാമെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയോ അധികമായി പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല. പരിശുദ്ധാത്മാവ് ധാരാളം കിട്ടും. ഒരു കാര്യങ്ങൾ നമ്മൾ ഓർക്കണം, മക്കൾക്ക് കൊടുക്കുന്ന കാര്യമാണ് കർത്താവ് ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മക്കളായിരിക്കണം. പരിശുദ്ധാത്മാവിനെ നമുക്ക് കിട്ടും. പിന്നെ നമുക്ക് തരാമെന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ ഒന്ന്, ജീവൻ്റെ കിരീടം. വെളിപാട് 2:10 പറഞ്ഞു, മരണം വരെ വിശ്വസ്തനായിരിക്കുക, ജീവൻ്റെ കിരീടം നിനക്ക് ഞാൻ നൽകും. വിശ്വസ്തനായിരിക്കണം. ഏത് ജോലി ചെയ്യുന്ന ആളും കർത്താവിൻ്റെ ജോലിക്കാരും വിശ്വസ്തരായിരിക്കണം. ഒരു 75 വർഷം ഒരാൾക്ക് തന്നിരിക്കുന്നു വിചാരിച്ചു, 60 വർഷം വിശ്വസ്തനായിരുന്നു, പിന്നെ 15 വർഷം വിശ്വസ്തനായിരുന്നില്ല എന്ന് പറഞ്ഞാൽ ഒക്കത്തില്ല. മരണം വരെ വിശ്വസ്തനായിരിക്കണം. ഇത്രയും നാൾ ഞാൻ പ്രവർത്തിച്ചു, അത് മതിയെന്നൊന്നും അങ്ങനെ വെക്കണ്ട. മരണം വരെ വിശ്വസ്തനായിരുന്നാൽ ജീവൻ്റെ കിരീടം ഞാൻ നിനക്ക്, ജീവൻ്റെ കിരീടം
ഞാൻ നിനക്ക് നൽകും. 4:13 വാക്യം കൂടെ നമുക്കൊന്ന് നോക്കാം. 13 വാക്യം, വിശ്വാസത്തിൻ്റെ ഐക്യത്തിലും ദൈവപുത്രനെക്കുറിച്ചുള്ള പൂർണ്ണജ്ഞാനത്തിലും എല്ലാവരും എത്തിച്ചേരുകയും ക്രിസ്തുവിൻ്റെ പരിപൂർണതയുടെ അളവനുസരിച്ച് പക്വതയാർന്ന മനുഷ്യരാകുകയും ചെയ്യുന്നതുവരെ ഇത് തുടരേണ്ടിയിരിക്കുന്നു. ഇതിങ്ങനെ തുടരുകയാണല്ലോ എന്ന് വരെയാണെന്നാണ് ഇവിടെ ഇനി പറയാൻ പോകുന്നത്. ഈ കാര്യം ഇങ്ങനെ തുടരേണ്ടിയിരിക്കുന്നു എന്ന് വരെ എന്നൂടെ നമുക്ക് നോക്കാം. ദൈവപുത്രൻ എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. എഫേസ്യസ് 4:13 ദൈവപുത്രനെക്കുറിച്ചുള്ള പൂർണ്ണജ്ഞാനം. ദൈവപുത്രൻ എന്ന് പറയുമ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കിയിരിക്കേണ്ടതായിട്ടുണ്ട്. ലേഖനങ്ങളിൽ സാധാരണയായിട്ട് ദൈവപുത്രൻ എന്ന വാക്ക് ഉപയോഗിച്ച് കാണുന്നില്ല. ഇവിടെയുണ്ട്. റോമാലേഖനം 1:4 ഗലാത്യ ലേഖനം 2:20 3 സ്ഥലങ്ങളിലാണ് ലേഖനത്തിൽ ദൈവപുത്രൻ എന്നുള്ള ആ പദവിയ പേര് എഴുതിയിരിക്കുന്നത്. മനുഷ്യപുത്രൻ എന്നൊക്കെ പറയുന്നുണ്ട്, വേറെ യേശുക്രിസ്തു അതൊക്കെ പറയുന്നുണ്ട്. ദൈവപുത്രൻ എന്നുള്ള ആ പ്രയോഗം ഈ 3 സ്ഥലങ്ങളിൽ മാത്രമേ കാണുന്നുള്ളൂ. അത് പ്രത്യേക ചില അർത്ഥം മനസ്സിലാക്കാൻ വേണ്ടി അവിടെ അങ്ങനെ എഴുതിയിരിക്കുന്നത്. അങ്ങനെ ഉപയോഗിക്കുമ്പോൾ യേശുക്രിസ്തുവിനെ മനുഷ്യനായിട്ടാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ദൈവപുത്രനെക്കുറിച്ചുള്ള പൂർണ്ണജ്ഞാനം എന്ന് പറയുമ്പോൾ ദൈവപുത്രനായ യേശുവിന് സവിശേഷമായി ഉണ്ടായിരുന്ന മാനുഷിക ജീവിതത്തിൻ്റെ രൂപത്തിൽ ജീവിച്ച് ദൈവപുത്രനായ യേശുക്രിസ്തു മനുഷ്യനായി വന്ന് പൂർണ്ണ മനുഷ്യനായിട്ട് ജീവിക്കുമ്പോൾ എങ്ങനെ ജീവിച്ചു, ആ മാനുഷിക ജീവിതത്തിൻ്റെ ആ രൂപത്തിൽ നമ്മൾ ജീവിച്ച് ക്രിസ്തുവിൽ പക്വത പ്രാപിക്കുക എന്ന തരത്തിൽ പരിപൂർണ മനുഷ്യ സാദൃശ്യം നേടുക എന്നാണ് അതിൻ്റെ അർത്ഥം. ക്രിസ്തു ദൈവമായിരിക്കുമ്പോൾ മനുഷ്യനായി വന്നു, പൂർണ്ണ മനുഷ്യനായിട്ടങ്ങ് ജീവിച്ചു. എങ്ങനെയൊക്കെയും ജീവിച്ചു എന്ന് നമ്മളൊന്ന് കണ്ടുപിടിക്കുക. അതുപോലെ ജീവിച്ച് നമ്മളും ആ പൂർണ്ണ മനുഷ്യന് ആയിത്തീരണം. അത് നമ്മൾ പരിശ്രമിക്കണം. കർത്താവ് പൂർണ്ണനായിട്ട് ഒരു മനുഷ്യനായിട്ട് ഇവിടെ ജീവിച്ചെങ്കിൽ നമുക്കും അങ്ങനെ ജീവിക്കണം. അങ്ങനെ പരിപൂർണ മനുഷ്യ സാദൃശ്യം നേടുക എന്ന ഇവിടെ ഈ പക്വത പറയിക്കുക, പരിപൂർണ ജ്ഞാനം നേടുക എന്നൊക്കെ പറയുന്നതിൻ്റെ അർത്ഥം. അപ്പോൾ ദൈവവുമായി പിതാവ് എന്ന നിലയിലുള്ള ഒരു പുതിയ ബന്ധം ഇവിടെ സാക്ഷാത്കരിക്കപ്പെടുന്നു. ആരാണ് യേശുക്രിസ്തു? അല്ലെങ്കിൽ ആരാണ് ദൈവം? പിതാവ് എന്നുള്ള ആ നിലയിലുള്ള ഒരു ബന്ധം. പഴയ നിയമത്തിൽ പിതാവെന്നുള്ള പ്രയോഗം ഉണ്ടെങ്കിലും അത് സൃഷ്ടാവെന്നുള്ളൊരു അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഞങ്ങൾ കളിമണ്ണും നീ കുശവനും എന്ന് പറയുമ്പോൾ സൃഷ്ടിക്കപ്പെട്ട വസ്തുക്കളും സൃഷ്ടാവും തമ്മിലുള്ളൊരു ബന്ധത്തെക്കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ട് നീ പിതാവായിരിക്കുന്നല്ലോ എന്നാണ് പറയുന്നത്. പഴയ നിയമത്തിൽ കൂടുതലും സൃഷ്ടാവെന്നുള്ള ഒരു ആശയത്തിലാണ് പിതാവെന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. നീ അനാഥർക്ക് പിതാവും എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ പുതിയ നിയമത്തിൽ വരുമ്പോൾ അങ്ങനെയല്ല അതിൻ്റെ അർത്ഥം. യഥാർത്ഥത്തിൽ ദൈവവുമായിട്ട് പിതൃപുത്ര ബന്ധം സ്ഥാപിക്കുക എന്നുള്ളതാണ്. അത് സാക്ഷാത്കരിക്കപ്പെടുന്നു. അതാണ് ഈ പരിപൂർണ ജ്ഞാനത്തിൽ എത്തിച്ചേരുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. അങ്ങനെ വരുമ്പോൾ ആ ബന്ധം പിതൃപുത്രസ്ഥാനത്തിൽ ആ ബന്ധം സ്ഥാപിക്കപ്പെടുമ്പോൾ അയൽക്കാരനോട് സാഹോദര്യ ബഹുമാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയുമായ ഒരു പുതിയ ബന്ധവും സ്ഥാപിക്കപ്പെടുന്നു. ദൈവവുമായിട്ട് ഇങ്ങനൊരു ബന്ധമുണ്ടെങ്കിൽ നമുക്കുടെ സഹോദരങ്ങളോടോ ആ സാഹോദര്യമായ ഒരു ബഹുമാനവും ആദരവും സ്നേഹത്തിൻ്റേതുമായ ഒരു പുതിയ ബന്ധം സഹോദരങ്ങളുമായിട്ട് ഉണ്ടാകും. ഇതാണ് ആ പറയുന്നതിൻ്റെ അർത്ഥം. പൂർണ്ണത പ്രാപിക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. പൂർണ്ണത എന്ന് പറയുമ്പോൾ എല്ലാ കാര്യങ്ങളിലും പൂർണ്ണത വേണമല്ലോ. സാധാരണ നിലയിൽ പൂർണ്ണത എന്ന് പറയുമ്പോൾ സ്നേഹം, സൽപ്രവർത്തികൾ, അനുസരണം,
ഔദാര്യം, നാവിൻ്റെ നിയന്ത്രണം തുടങ്ങിയവയെല്ലാം ആവശ്യമാണ്. പൂർണ്ണത പ്രാപിക്കുവാൻ നമ്മുടെ ഭാഗത്തുനിന്നൊരു അധ്വാനവും ആവശ്യമാണ്. ഉൽപ്പത്തി 17:1 വാക്യം ഇങ്ങനെ പറയുന്നത്, അബ്രഹാമിന് 99, ശ്രദ്ധിച്ചോണം, 99 വയസ്സായപ്പോഴാണ് കർത്താവ് പ്രത്യക്ഷപ്പെട്ട് അവനോട് അരുളി ചെയ്തു, സർവശക്തനായ ദൈവമാണ് ഞാൻ, എൻ്റെ മുമ്പിൽ വ്യാപരിക്കുക, കുറ്റമറ്റവനായി വർത്തിക്കുക. എൻ്റെ മുമ്പിൽ വ്യാപരിക്കണം, കുറ്റമറ്റവനായിട്ട് വർത്തിക്കണമെന്ന് എത്രാമത്തെ വയസ്സിലുള്ളപ്പോഴാണ് ദൈവം വന്ന് പറയുന്നത്? 99 വയസ്സുള്ളപ്പോൾ. ഒരു 15-ാമത്തെ വയസ്സിലങ്ങ് പറഞ്ഞായിരുന്നെങ്കിൽ അന്ന് മുതലങ്ങ് ജീവിക്കാമില്ല. അല്ലേ? യഥാർത്ഥത്തിൽ അബ്രഹാം വിശ്വാസിയാണ്, അങ്ങനെ ജീവിച്ചിട്ടുണ്ട്. പക്ഷെ 99-ാമത്തെ വയസ്സിലും ദൈവം അവനോട് പറയുന്നത്, നീ എൻ്റെ മുമ്പിൽ വ്യാപരിക്കുക, കുറ്റമറ്റവനായി വർത്തിക്കുക. അപ്പം നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ നമ്മൾ ചെയ്തേ പറ്റുള്ളൂ. വയസ്സായി പോയെന്നൊന്നും പറഞ്ഞ് റെസ്റ്റ് എടുത്തുകൊണ്ടിരുന്നാൽ പോരാ എന്നർത്ഥം. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം 3-4 വാക്യങ്ങളിൽ, വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോൾ നിങ്ങൾ അതിൽ സ്ഥിരത ലഭിക്കുമെന്ന് അറിയാമല്ലോ. ഈ സ്ഥിരത പൂർണ്ണ ഫലം പുറപ്പെടുവിക്കുകയും അങ്ങനെ നിങ്ങൾ പൂർണ്ണരും എല്ലാം തികഞ്ഞവരും ഒന്നിലും കുറവില്ലാത്തവരാവുകയും ചെയ്യും. നമുക്ക് വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോൾ ആരും വിഷമിക്കണ്ട, അത് നമുക്ക് സ്ഥിരത ലഭിക്കുന്നതാണ്. അങ്ങനെ സ്ഥിരത ലഭിക്കാൽ നമ്മൾ പൂർണ്ണരാകും, എല്ലാം തികഞ്ഞവരാകും, ഒന്നിലും കുറവില്ലാത്തവരുമായി തീരും. യാക്കോബ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുകയാണ്. ഇനി ആ വാക്യത്തിലെ ക്രിസ്തുവിൻ്റെ സമ്പൂർണ്ണത എന്നൊരു വാക്ക് പ്രയോഗിച്ചിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം കൂടെ നമുക്കൊന്ന് നോക്കിക്കളയാം. യോഹന്നാൻ 1-ാം അധ്യായം 14, വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു, അവൻ്റെ മഹത്വം നമ്മൾ ദർശിച്ചു, കൃപയും സത്യവും നിറഞ്ഞതും പിതാവിൻ്റെ ഏകജാതൻ്റേതുമായ മഹത്വം. അതാണ് എൻ്റെ സമ്പൂർണ്ണത എന്ന് പറയുന്നത്. ക്രിസ്തുവിൽ പിതാവിൻ്റെ ഏകജാതൻ്റേതായ ആ മഹത്വം നമുക്ക് ദർശിക്കുവാൻ സാധിക്കും. അതാണ് സമ്പൂർണ്ണത. ഹെബ്രായ ലേഖനം 2-ാം അധ്യായം 10-ാം വാക്യം പറയുന്നു, ആർക്കു വേണ്ടിയും ആരുമൂലവും എല്ലാം നിലനിൽക്കുന്നുവോ, ആര് അനേകം പുത്രന്മാരെ മഹത്വത്തിലേക്ക് നയിക്കുന്നുവോ, ആ രക്ഷയുടെ കർത്താവിനെ, യേശുക്രിസ്തുവിനെ അവിടുന്ന് സഹനം വഴി പരിപൂർണനാക്കുക തികച്ചും ഉചിതമായിരുന്നു. യേശുക്രിസ്തു മനുഷ്യനായി വന്നതുകൊണ്ട് സഹനം കൈക്കൊണ്ടു, ക്രൂശ് മരണം വരെ, അവൻ പാതാളം വരെ ഇറങ്ങിയെന്നും നമ്മൾ വായിക്കുന്നു. അപ്പോൾ അതിൻ്റെ അകത്തൊരു പരിപൂർണത നമുക്ക് കാണുവാൻ സാധിക്കും. അതാണ് ക്രിസ്തുവിൻ്റെ പരിപൂർണത, സമ്പൂർണത എന്ന് നമ്മൾ പറയുന്നത്. അവൻ സ്വർഗത്തിലങ്ങ് സുഖമായിട്ട് ദൈവത്വത്തിൻ്റെ അവിടെ ഇരിക്കുക മാത്രമല്ല, ഇറങ്ങി വന്ന് എല്ലാം സഹിച്ചു, അതിലും അവൻ പരിപൂർണനായി തീർന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. 1 പത്രോസ് 2:22 എഴുതിയിരിക്കുന്നു, അവൻ പാപം ചെയ്തിട്ടില്ല, അവൻ്റെ അധരത്തിൽ വഞ്ചന കാണപ്പെട്ടുമില്ല. എന്തൊരു പരിപൂർണത! ഇനി ആ വാക്യത്തിൽ തന്നെ ഒരു ആത്മീയ അറിവിനെക്കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് പറഞ്ഞ് പൂർത്തിയാക്കാം. അത് ആത്മീയ അറിവ് ആത്മീയ വിജയ ആഹ്ലാദത്തിന് കാരണമാകുന്നു. ജെറമ്യ 9:24, പ്രശംസിക്കുന്നവൻ ഞാൻ ഭൂമിയിൽ കരുണയും ന്യായവും നീതിയും പുലർത്തുന്ന കർത്താവാണ് എന്ന അറിവിൽ പ്രശംസിക്കട്ടെ, ഇതിലാണ് ഞാൻ ആനന്ദിക്കുന്നതെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. ആത്മീയ ജ്ഞാനത്തിൽ ദൈവത്തോടുള്ള അടുപ്പത്തിലാണ് ഈ ആത്മീയ ജ്ഞാനം നമുക്ക് ലഭിക്കുന്നത്. ഹോശിയ പ്രവാചകൻ 6:3, കർത്താവിനെ അറിയാൻ നമുക്ക് ഏകാഗ്രതയോടെ ശ്രമിക്കാം, അവിടുത്തെ ആഗമനം പ്രഭാതം പോലെ സുനിശ്ചിതമാണ്. നമ്മൾ അറിയാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങോട്ട് വന്നിങ്ങ് തലയിലോട്ട് കയറുമെന്നല്ല പറയുന്നത്, അറിയാൻ വേണ്ടി നമുക്ക് ശ്രമിക്കാം. അവിടുത്തെ ആഗമനം പ്രഭാതം പോലെ സുനിശ്ചിതമാണ്. അനുസരണം അത് പ്രാപിക്കാനുള്ള ഒരു വ്യവസ്ഥയാണ്. യോഹന്നാൻ 7-ാം അധ്യായം 16-17 വാക്യത്തിൽ യേശു പറയുന്നു, എൻ്റെ പ്രബോധനം എൻ്റെ സ്വന്തമല്ല, എന്നെ അയച്ചവൻ്റേതത്രേ.
അവിടുത്തെ ഇഷ്ടം നിറവേറ്റുവാൻ മനസ്സുള്ളവൻ ഈ പ്രബോധനം ദൈവത്തിൽ നിന്നുള്ളതോ അതോ ഞാൻ സ്വയം നൽകുന്നതോ എന്ന് മനസ്സിലാക്കും. ഈ ആത്മീയജ്ഞാനം ഉണ്ടെങ്കിൽ എല്ലാ തെറ്റുകളിൽ നിന്നും നമ്മളെ സ്വതന്ത്രരാക്കും. യോഹന്നാൻ 8-ാം അധ്യായം 31-32 വാക്യങ്ങളിൽ തന്നിൽ വിശ്വസിച്ച യഹൂദരോട് യേശു പറഞ്ഞു, എൻ്റെ വചനത്തിൽ നിലനിൽക്കുമെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എൻ്റെ ശിഷ്യരാണ്. നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. അപ്പോൾ യേശുവിൻ്റെ വചനത്തിൽ നിലനിൽക്കണം, എങ്കിലേ നമ്മൾ യഥാർത്ഥ ശിഷ്യരാകുന്നുള്ളൂ. സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. അങ്ങനെ നിന്നെങ്കിൽ മാത്രമേ, വചനത്തിൽ അങ്ങനെ ഉറച്ചു നിന്നെങ്കിൽ മാത്രമേ നമുക്ക് സത്യം അറിയത്തുള്ളൂ. സത്യം അറിയുമ്പോഴാണ് ആ സത്യം നമ്മളെ സ്വതന്ത്രരാക്കുന്നത്. സ്വതന്ത്രരാക്കുക എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും അടിമയായിരുന്നോ? പാപത്തിൻ്റെ അടിമയായ നമ്മെ സ്വതന്ത്രരാക്കുന്നത് സത്യം നമുക്ക് കിട്ടുമ്പോഴാണ്. അത് നമ്മളെ കർത്താവിൻ്റെ വചനത്തിൽ അടിയുറച്ച് നിൽക്കണം. അത് നമ്മളെ നിത്യജീവനിലേക്ക് നയിക്കും. യോഹന്നാൻ 17:3 ഏകസത്യ ദൈവമായ അവിടുത്തെയും അവിടുന്ന് അയച്ച യേശു ക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. അപ്പം നിത്യജീവൻ നമ്മൾ പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ 2 കാര്യമേ എഴുതിയിട്ടുള്ളൂ, പിതാവിനെയും യേശുവിനെയും. പരിശുദ്ധാത്മാവിൻ്റെ കാര്യം ഇവിടെ പറയുന്നില്ലെങ്കിലും നമുക്കത് പഠിക്കുമ്പോൾ മനസ്സിലാകും. പരിശുദ്ധാത്മാവിനെയും ഉദ്ദേശിച്ച് തന്നെയാണ് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഏകസത്യദൈവമായ അവിടുത്തെയും അവിടുന്ന് അയച്ച യേശു ക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. നമ്മുടെ അറിവെന്നൊക്കെ പറയുന്നത് ഈ ചെറുതാണ്. അത് പൗലോസ് അപ്പോസ്തലൻ എഴുതിയിട്ടുണ്ടല്ലോ, ഇപ്പം നമ്മൾ കണ്ണാടിയിൽ കൂടെ അവ്യക്തമായി കാണുന്നു, അപ്പോൾ നമ്മൾക്ക് മുഖാഭിമുഖം വ്യക്തമായിട്ട് കാണാം. അപ്പോൾ അറിവ് നമ്മൾക്ക് വർദ്ധിക്കും. ആ പൂർണ്ണ അറിവിലേക്ക് പ്രവേശിക്കുക എന്ന് പറയുന്നതാണ് നിത്യജീവൻ. ഏകസത്യദൈവമായ പിതാവിനെയും അവിടുന്ന് വെച്ച് യേശു ക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. ഇവിടെ വെച്ച് അതുണ്ടോ? അതിൻ്റെ ഒരു അറ്റമാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. പൂർണ്ണത പിന്നെ മനസ്സിലാകത്തുള്ളൂ എന്നാണ് ഇതിൻ്റെ അർത്ഥം. അപ്പം നിത്യജീവനായി. ഫിലിപ്പിയർ 3-ാം അധ്യായം 9-10 എനിക്ക് നിയമത്തിൽ നിന്ന് ലഭിക്കുന്ന നീതി അല്ല ഉള്ളത്, പൗലോസ് പറയുകയാണ്, പിന്നെയോ ക്രിസ്തുവിലുള്ള വിശ്വാസം വഴി ലഭിക്കുന്ന നീതിയാണ്. അതായത് വിശ്വാസത്തെ ആസ്പദമാക്കി ദൈവത്തിൽ നിന്നുള്ള നീതി, അതായത് അവനെയും അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെയും ഞാൻ അറിയുന്നതിനും. യേശുവിനെ അറിയണം, അവൻ്റെ പുനരുത്ഥാന ശക്തിയെ അറിയണം. ഇപ്പോൾ പരിശുദ്ധാത്മ എന്നുള്ള വാക്ക് അവിടെ വന്നു കഴിഞ്ഞു. ഞാൻ അറിയുന്നതിനും അവൻ്റെ സഹനത്തിൽ പങ്കുചേരുന്നതിനും. യേശുവിൻ്റെ സഹനത്തിൽ ഒരു പങ്കുചേരൽ നമുക്കുണ്ടാകുന്നു. അവൻ്റെ മരണത്തോട് താതാമ്യപ്പെടുന്നതിനും വേണ്ടിയാണ്. എങ്ങനെയാണ് അവൻ്റെ മരണത്തോട് നമ്മൾ താതാമ്യപ്പെടുന്നത്? പാപസംബന്ധമായി നമ്മൾ ഈ ലോകത്തിൽ വെച്ച് തന്നെ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു, ഇനിയും ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. ഇതാ പൗലോസ് പഠിപ്പിക്കുന്നത്. ഇത് നമ്മളിൽ സംഭവിക്കണം. പിന്നെ ആത്മീയജ്ഞാനം ഉണ്ടെങ്കിലുള്ള ഗുണം എല്ലാ നല്ല പ്രവൃത്തികളും ഫലദായകമാകുന്നു. ചിലത് വിചാരിക്കും ഞാൻ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നതല്ലോ, ഫലം പുറപ്പെടുവിക്കുന്നല്ലോ. എല്ലാം ഫലം പുറപ്പെടുവിക്കും. എല്ലാ നല്ല പ്രവൃത്തികളും ഈ ആത്മീയജ്ഞാനം ഉണ്ടെങ്കിൽ അത് ഫലദായകമാകും. കൊളോസ്സോസ് 1:10 പറയുന്നു, കർത്താവിന് യോജിച്ചതും അവിടത്തേക്ക് തികച്ചും പ്രീതിജനകവുമായ ജീവിതം നയിക്കാൻ നിങ്ങൾക്കിടയാകട്ടെ. അതുവഴി നിങ്ങളുടെ എല്ലാ നല്ല പ്രവൃത്തികളും ഫലദായകമാകുകയും ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനത്തിൽ നിങ്ങൾ അഭിവൃദ്ധിപ്പെടുകയും ചെയ്യും. വാക്ക് പറഞ്ഞിരിക്കുക. അപ്പോൾ നമ്മുടെ എല്ലാ പ്രവൃത്തികളും ഫലദായകമാകും. ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനത്തിൽ നമ്മൾ അഭിവൃദ്ധിപ്പെടുകയും ചെയ്യും. അവിടത്തേക്ക് തികച്ചും പ്രീതിജനകമായ ജീവിതം നമ്മൾ നയിക്കണമെന്നാണ് അവിടെ പൗലോസ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സമയമാകുന്നതുകൊണ്ട് നമുക്കിവിടെ നിർത്തുകയാണ്. ഇന്ന് നമ്മൾ ചിന്തിച്ച് ധ്യാനിച്ചത് എഫേസ്യോസ് 4:11b മുതൽ 13-ാം വാക്യം വരെയാണ്. അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, സുവിശേഷ പ്രഘോഷകർ, ഇടയന്മാർ, പ്രബോധകർ, ഈ ദാനങ്ങളെക്കുറിച്ചൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കിയത്. താൽക്കാലിക വരദാനങ്ങളെക്കുറിച്ചൊക്കെ നമ്മളൊന്ന് ചിന്തിച്ചു. പരിപൂർണ ജ്ഞാനം എന്താണെന്ന് നമ്മളൊന്ന് ധ്യാനിച്ചു. തുടങ്ങി പല കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചുവല്ലോ. അടുത്തത് 139-ാമത്തെ എപ്പിസോഡിൽ എഫേസ്യോസ് 4:14 മുതൽ നമുക്ക് പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്യാം. പരിശുദ്ധാത്മാവ് നമുക്ക് ജ്ഞാനം നൽകി നമ്മളെ മുന്നോട്ട് നയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.